കേരളത്തിന്റെ പേര് മാറ്റുന്ന ബില്ല് ലോക്സഭയിൽ വരുന്നു. അപ്പോൾ നമ്മുടെ എംപിമാർ എന്ത് ചെയ്തു? ചർച്ച ചെയ്തോ? ഇല്ല. സംസാരിച്ചോ? ഇല്ല. അഭിപ്രായം പറഞ്ഞോ? അതുമില്ല. പക്ഷെ കൂകിയോ? അതുമാത്രം ഫുൾ വോളിയം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പാർലമെന്ററി കോമഡി. ബില്ല് വരുന്നു, എംപിമാർ എവിടെ? ഓഗസ്റ്റ് 11 ലോക്സഭയിൽ കേരള ബില്ല്. വിഷയം എന്താണ്? നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിൽ നിന്ന് ഭരണഘടനാപരമായി കേരളം ആക്കുക. ഇത് ആരുടെ ആശയമാണ്? കേരള നിയമസഭ 2024 തന്നെ ഏകകണ്ഠമായി ആവശ്യപ്പെട്ട കാര്യം. അതായത് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, കേരളം വേണമെന്ന കാര്യത്തിൽ കേരള നിയമസഭയ്ക്ക് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡൽഹിയിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? കേരളം പറയേണ്ട സ്ഥലത്ത് കൂക്കുവിളികളായി. നമ്മുടെ രാഷ്ട്രത്തിന്റെ പുതിയ ഭാഷ, 4 മിനിറ്റിന്റെ ചരിത്രം. ബില്ല് അവതരിപ്പിച്ചു, പ്രതിപക്ഷ ബഹളം, സർക്കാർ അത് അവതരിപ്പിച്ചു. 4 മിനിറ്റിനുള്ളിൽ ബില്ല് പാസ്സായി. ഇവിടെ ഒരു സാധാരണ മലയാളിയുടെ ചോദ്യം, കേരളത്തിന്റെ പേര് മാറ്റുന്ന കാര്യമല്ലേ? അതെ. അപ്പോൾ ചർച്ച ചെയ്തുകൂടെ? ചർച്ച ചെയ്യാൻ നോക്കി, പിന്നെ അവിടെ ആരും കേൾക്കാൻ തയ്യാറായില്ല. കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ പരസ്യമായി പറഞ്ഞു, KC വേണുഗോപാലിനെ പോലുള്ള മുതിർന്ന നേതാവ് ഈ ബില്ലിൽ സംസാരിക്കാത്തതിൽ തനിക്ക് സങ്കടമുണ്ടെന്ന്. ഇനി നിങ്ങൾ തന്നെ ചിന്തിക്കണം. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സീനിയർ MP, കേരളത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട ബില്ല് ലോക്സഭയിൽ ആ ബില്ല് വരുന്നു. അവിടെ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശക്തമായ പ്രസംഗം നടത്താനുള്ള അവസരം. പക്ഷേ മൈക്ക് സൈലന്റ്. മലയാളിക്ക് വീട്ടിലിരുന്ന് തോന്നും, ഇവിടെ ഞാനായിരുന്നെങ്കിൽ കുറഞ്ഞത് 2 വാക്കെങ്കിലും പറഞ്ഞേനെ. നമ്മുടെ ചില എംപിമാരുടെ പാർലമെന്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കാം. ബില്ല് വരുന്നു, ബഹളം. ഡിസ്കഷൻ വരുന്നു, ബഹളം. സംസാരിക്കുന്നു, ബഹളം. മന്ത്രി സംസാരിക്കുന്നു, ബഹളം. സ്വന്തം സംസ്ഥാനത്തിന്റെ വിഷയം എത്തുന്നു, അതിലും ബഹളം. അപ്പോൾ ചോദിക്കട്ടെ, MP എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? മെമ്പർ ഓഫ് പാർലമെന്റ്. MPയെ മാറ്റി മോസ്റ്റ് പവർഫുൾ കൂക്കുവിളി എന്നാക്കണോ? ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനോട് പ്രതിഷേധിക്കണമെങ്കിൽ പ്രതിഷേധിക്കാം. അമിത്ഷായോട് ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ചർച്ച വേണമെങ്കിൽ അത് ആവശ്യപ്പെടാം. അത് നിങ്ങളുടെ രാഷ്ട്രീയ അവകാശമാണ്. പക്ഷേ അതിന്റെ നടുവിൽ കേരളത്തിന്റെ പേര് മാറ്റുന്ന ബില്ല് വന്നപ്പോൾ ഒരു വാക്ക് പറയാൻ പോലും കഴിയാത്ത അവസ്ഥ എന്താണ്? നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് എതിർക്കുന്നതെന്ന് പറയൂ. പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയൂ. അതല്ലേ രാഷ്ട്രീയ മര്യാദ? ഇത് ജനാധിപത്യമാണ്. കൂകൽ മാത്രം ജനാധിപത്യമല്ല. ഇനി മറ്റൊരു വാദം കേൾക്കാം. പേര് മാറ്റിയാൽ വലിയ ചെലവാകും. മാറ്റണം, രേഖകൾ അപ്ഡേറ്റ് ചെയ്യണം, ഡിജിറ്റൽ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണം. ഇവിടെ ഒരു കാര്യം കൂടി മറക്കരുത്, ഈ നിർദ്ദേശത്തിന് നിയമപരമായ വഴി മുന്നോട്ട് കൊണ്ടുപോയത് കേന്ദ്ര സർക്കാരാണ്. 2026 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള കേന്ദ്ര മന്ത്രിസഭ കേരള എന്ന പേര് കേരളം ആക്കാനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം നൽകി. പിന്നീട് ഭരണഘടനയിലെ ഫസ്റ്റ് ഷെഡ്യൂൾ മാറ്റുന്നതിനുള്ള നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതായത് ഇത് വെറും ഒരു ഫേസ്ബുക്ക് അനൗൺസ്മെന്റ് അല്ല, ഭരണഘടനാപരമായ ഒരു ഇതാണ്. ആർട്ടിക്കിൾ 3 പ്രകാരമുള്ള നടപടിയാണ്. കേരള നിയമസഭയുടെ 2024 റെസൊല്യൂഷൻ മുതൽ കേന്ദ്രത്തിന്റെ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷെ ഒരു ചോദ്യം എല്ലാവരോടും, ഇനി കോൺഗ്രസ് ആയാലും CPM ആയാലും ഒരു ചോദ്യം, കേരളത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ കേൾക്കേണ്ടതല്ലേ? തീർച്ചയായും കേൾക്കണം. അത് ആരുടെ ശബ്ദമായാലും. പിന്തുണയുണ്ടെങ്കിൽ പിന്തുണ, വിയോജിപ്പാണെങ്കിൽ വിയോജിപ്പ്. പക്ഷേ മലയാളിയുടെ പേരിൽ പോയിട്ട് മലയാളിയുടെ വിഷയത്തിൽ മിണ്ടാതിരിക്കുന്നത്, അതാണ് യഥാർത്ഥ പ്രശ്നം. അപ്പോൾ ഇന്നത്തെ ചോദ്യം, കേരളത്തിന്റെ പേര് കേരളമാകുന്നു. പക്ഷേ നമ്മുടെ ചില MPമാരുടെ പെർഫോമൻസ് എന്തായി? കേരളം പറയേണ്ട സമയത്ത് കൂക്കുവിളി. പാർലമെന്റിൽ പോകുന്നത് ശമ്പളം വാങ്ങാൻ മാത്രമല്ല, ജനങ്ങളുടെ ശബ്ദമാകാനാണ്. പേരിൽ ബില്ല് വരുമ്പോൾ കേരളത്തിന്റെ ശബ്ദം കേൾപ്പിക്കണം, ചർച്ച ചെയ്യണം, വാദിക്കണം, വിയോജിക്കണം, പിന്തുണയ്ക്കണം. പക്ഷേ മൈക്ക് കിട്ടുമ്പോൾ മിണ്ടാതിരിക്കുകയും മൈക്ക് ഓഫ് ചെയ്യുമ്പോൾ കൂവുകയും ചെയ്താൽ അത് രാഷ്ട്രീയമല്ല, അത് ഒരു തമാശയാണ്. ഇതൊരു ചെറിയ റോഡിന്റെ പേര് മാറ്റുന്ന ബില്ലല്ല, ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ പേര് മാറ്റുന്ന വിഷയമാണ്. പക്ഷേ നമ്മുടെ മഹാമാരായ ജനപ്രതിനിധികൾക്ക് എന്തായിരുന്നു പ്രധാന വിഷയം? അമിത്ഷാ എവിടെ? അത് ചോദിക്കുന്നതിൽ തെറ്റില്ല, ചോദിക്കണം, പ്രതിഷേധിക്കണം. പക്ഷേ കേരളത്തിന്റെ പേര് മാറ്റുന്ന ബില്ല് നിങ്ങളുടെ മുന്നിൽ കിടക്കുമ്പോൾ അതിലും ഒരു വാക്ക് പറയണ്ടേ? ഇത് പാർലമെന്റ് ആണോ പ്രതിഷേധ വേദിയാണോ? പാർലമെന്റിൽ പ്രതിഷേധം നടക്കുന്നു, ഒരാൾ എഴുന്നേൽക്കുന്നു, മറ്റൊരാൾ മുദ്രാവാക്യം വിളിക്കുന്നു, മൂന്നാമൻ പേപ്പർ ഉയർത്തുന്നു, 4-മൻ നടുവിലേക്ക് വരുന്നു, ക്യാമറ എല്ലാം കാണിക്കുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം കാണുന്നില്ല, കേരളത്തിന്റെ പേരിനെ കുറിച്ചുള്ള ഒരു ഗൗരവമായ പ്രസംഗം. അപ്പോൾ മലയാളി ചോദിക്കും, എൻ്റെ പേരിൽ പോകുന്ന MP സാറേ, നിങ്ങൾ അവിടെ പോയത് എന്തിനാ? കൂവാൻ അല്ല, കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ. അത് പിന്നെ നോക്കാം. കാരണം KC വേണുഗോപാൽ വലിയ ദേശീയ നേതാവ്,
പാർലമെന്ററി പരിചയമുള്ള വ്യക്തി. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, കേരളത്തിന്റെ പേര് മാറ്റുന്ന ബില്ല് വന്നപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് എന്തായിരുന്നു? പിന്തുണയാണെങ്കിൽ പറയാമായിരുന്നു, അതെ കേരളത്തിന്റെ പേര് കേരളം ആക്കണം. വിയോജിപ്പാണെങ്കിൽ പറയാമായിരുന്നു, ഇങ്ങനെ ചേരുക. ചിലവിനെ കുറിച്ച് ആശങ്കയാണെങ്കിൽ പറയാമായിരുന്നു, ഇതിന് ഇത്ര ചിലവ് വരും. നടപടിക്രമത്തെക്കുറിച്ച് എതിർപ്പുണ്ടെങ്കിൽ പറയാമായിരുന്നു, കൂടുതൽ ചർച്ച വേണം എന്നും പറയാം. പാർലമെന്റ് അതിനുള്ള സ്ഥലമാണ്. പക്ഷേ മലയാളിക്ക് കേൾക്കാൻ കിട്ടിയത് എന്ത്? ബഹളം. അല്ലെങ്കിൽ ബഹളത്തിനിടയിൽ സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറയുമോ? അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ സംശയം, പാർലമെന്റിൽ മൈക്ക് മാത്രമല്ലല്ലോ ഉള്ളത്, രാഷ്ട്രീയ ബുദ്ധിയും വേണമല്ലോ. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ഈ വിഷയത്തിൽ കോൺഗ്രസ് എംപിമാരെ വിമർശിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ വിഷയത്തിൽ സംസാരിക്കാത്തത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇവിടെ രാഷ്ട്രീയ പക്ഷാപാതം മാറ്റിവെച്ച് ഒരു സെക്കൻഡ് ചിന്തിക്കാം, അത് ന്യായമായ ചോദ്യം തന്നെയല്ലേ? കേരളത്തിന്റെ പേര് സംബന്ധിച്ച ബില്ല്, കേരളത്തിൽ നിന്നുള്ള എംപിമാർ, അപ്പോൾ കേരളത്തിന്റെ വാദം കേൾക്കണം. കോൺഗ്രസ് പറഞ്ഞാലും CPM പറഞ്ഞാലും തത്വം ഒന്ന് തന്നെ. കേരളത്തിന്റെ പേരിൽ സംസാരിക്കേണ്ട സമയത്ത് കേരളത്തിന്റെ ശബ്ദം വേണം. ഇനി മറ്റൊരു വാദം, പേര് മാറ്റിയാൽ വലിയ ചിലവാണത്രേ. ശരി, ചിലവുണ്ടാകാം. ബോർഡുകൾ മാറും, സർക്കാർ രേഖകളിൽ മാറ്റങ്ങൾ വരും, ഡിജിറ്റൽ സംവിധാനങ്ങളിൽ അപ്ഡേറ്റ്സ് വേണ്ടിവരും. അതിനെക്കുറിച്ച് വിശദമായി പഠിക്കണം. പക്ഷേ ഒരു ചോദ്യം, ഈ ചിലവ് എത്രയാണെന്ന് കണക്കുമായി പാർലമെന്റിൽ പറഞ്ഞു. ഇത്ര കോടി വരും, ഇത്ര രേഖകൾ മാറ്റണം, പക്ഷേ ചെലവാണ്, കൊള്ളയാണ്, നഷ്ടമാണ് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് തീർത്താൽ എന്താണ് അവസ്ഥ? ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ പേര് മാറ്റുന്നത് കൊണ്ട് ഓരോ മലയാളിയുടെയും വ്യക്തിഗത പാസ്പോർട്ട് നാളെ തന്നെ എടുത്തു മാറ്റണം എന്നൊന്നും സ്വാഭാവികമായി പറയാൻ പറ്റില്ല. കേരള വേണമോ കേരളം വേണമോ? ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? കേരളം എന്നത് മലയാളിക്ക് അപരിചിതമായ വാക്കല്ല. നമ്മൾ മലയാളത്തിൽ പറയുന്നത് കേരളം, ഇംഗ്ലീഷ് രേഖയിൽ കേരള. പേര് മാറ്റാനുള്ള ആവശ്യം വർഷങ്ങളായി ഉയർന്നു വരുന്ന ഒന്നാണ്. 2024 കേരള നിയമസഭ തന്നെ ഏകകണ്ഠമായി കേന്ദ്രത്തോട് പേര് കേരളം ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് ആകാശത്ത് നിന്ന് വീണ ഒരാശയം പോലെ ഇതിനെ അവതരിപ്പിച്ചാൽ ചരിത്രം കുറച്ച് മറന്നുപോകും. 4 മിനിറ്റ്, ഇനി ചരിത്രത്തിലെ ആ 4 മിനിറ്റ് ബില്ല് അവതരിപ്പിച്ചു. ബഹളം തുടർന്നു, ചർച്ചയില്ല. അങ്ങനെ 75 വർഷത്തെ വികാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഈ പേര് മാറ്റാനുള്ള നടപടിയെ മുന്നോട്ട് കൊണ്ടുപോയി. അത് രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നവർ പറയുന്നത് മലയാളികളുടെ ദീർഘകാല ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു. വിമർശിക്കുന്നവർ പറയുന്നത് കൂടുതൽ ചർച്ച വേണമായിരുന്നു. രണ്ടു പക്ഷവും പറയട്ടെ, പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നത് മുദ്രാവാക്യം കൊണ്ട് മാത്രം നടക്കില്ല. പേര് മാറുന്നു എന്ന് കേട്ടതോടെ ചിലരുടെ മുഖഭാവം കണ്ടാൽ തോന്നും കേരളത്തിന്റെ പേര് മാത്രമല്ല സെക്രട്ടേറിയറ്റ് തന്നെ പൊളിച്ചു പണിയാൻ പോവുകയാണെന്ന്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ. തങ്ങൾ എന്തിനാണ് പാർലമെന്റിൽ പോയത്? മാസം 5 ലക്ഷത്തിലധികം രൂപ ശമ്പളം വാങ്ങി വെറുതെ ഇരിക്കാനോ? ആദ്യം ആ ശമ്പളം വേണ്ടെന്ന് വെക്കാൻ ധൈര്യം കാണിക്കുക. ഈ പെരുമാറ്റത്തിന്റെ യഥാർത്ഥ ചിലവ് നിങ്ങൾക്കറിയാമോ? ഇത് വെറും പേരുമാറ്റമല്ല, ഖജനാവ് കൊള്ളയാണ്. നാളെ മുതൽ സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള ബോർഡുകൾ, സീലുകൾ, ലെറ്റർ പാഡുകൾ, ലോഗോകൾ എല്ലാം മാറ്റണം. ലക്ഷക്കണക്കിന് സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡുകൾ വീണ്ടും അടിക്കണം. ഗവൺമെന്റ് ഓഫ് കേരള എന്നത് ഗവൺമെന്റ് ഓഫ് കേരളം എന്നാക്കാൻ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഡിജിറ്റൽ ഡാറ്റാബേസ് വെബ്സൈറ്റുകൾ അതൊക്കെ മാറ്റണം. വിദേശത്ത് പണിയെടുക്കുന്ന മലയാളികളുടെ പാസ്പോർട്ട് മുതൽ എല്ലാം മാറും. ആ ചിലവ് ആര് വഹിക്കും? ബഹളം വയ്ക്കാൻ മാത്രം അറിയാവുന്ന നിങ്ങളല്ലല്ലോ. ഇനി രാജ്യസഭ കൂടി പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ടാൽ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ തന്നെ കേരളം എന്നാകും. ഇനി നിങ്ങൾ കേരളത്തിന്റെ എംപിമാർ മാത്രമല്ല, ഡൽഹിയിലെ ശമ്പളക്കാരായ കേരള ദ്രോഹികൾ തന്നെയാണെന്ന് പറയാം. കാരണം പാർലമെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ എത്തുകയാണ്. ആരെങ്കിലും എഴുന്നേറ്റ് പ്രതിഷേധിച്ചാൽ വീഡിയോ, ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ചാൽ വീഡിയോ, ആരെങ്കിലും പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചാൽ വീഡിയോ. അതുകൊണ്ട് ചിലപ്പോൾ തോന്നും പാർലമെന്റ് തന്നെയാണോ ജനപ്രതിനിധികളുടെ ജോലി, അതോ പാർലമെന്റിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്നതാണോ ജോലിയെന്ന്. ജനങ്ങൾക്ക് വേണ്ടത് വൈറൽ വീഡിയോ അല്ല, അവരുടെ പ്രശ്നത്തിനൊരു ഉത്തരമാണ്. കേരളത്തിന്റെ പേര് സംബന്ധിച്ച ബില്ല് വന്നപ്പോൾ പോലും കേരളത്തിന്റെ ചരിത്രവും ഭാഷയും ഈ പേരിന്റെ പ്രാധാന്യവും ഭരണഘടനാപരമായ കാര്യങ്ങളും വിശദമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല പ്രസംഗം കേൾക്കാനാണ് മലയാളികൾക്ക് ആഗ്രഹം. അതാണ് ഒരു MP-യുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. പുറത്തു വന്ന് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു എന്ന് പറയുന്നത് മാത്രം പെർഫോമൻസ് ആകില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.